സോഷ്യൽ മീഡിയയിൽ വൈറലായി 2ാം ക്ലാസ്സുകാരനായ കുട്ടി റാപ്പർ കാസർഗോഡ് കയ്യൂർ സ്വദേശി ദേവനന്ദാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. സ്വന്തമായി വരികളൊക്കെ എഴുതി സംഗീതം നൽകി ഈ കൊച്ചു കലാകാരൻ റാപ്പ് സോങ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കേൾക്കണ്ടേ? അങ്ങോട്ട് പോവാം. For Devanand, I can play cricket and football, hide and sit down. You are a boy and you are a steady boy. സ്വന്തമായിട്ട് വരികൾ എഴുതി റാപ്പ് സോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന 2ാം ക്ലാസ്സുകാരൻ. ഇതിനോട് തന്നെ ചോദിക്കാല്ലേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ പേര് മോന്റെ? ദേവനന്ദി. ഇപ്പൊ എത്ര റാപ്പ് സോങ്ങുകൾ എഴുതിയിട്ടുണ്ടാവും? 2 റാപ്പ് സോങ് ഒക്കെ എഴുതി. എന്താണ് ഇത്തരത്തിൽ റാപ്പ് സോങ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് ഞാൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ ഓരോരോ പാട്ട് ഇങ്ങനെ വെച്ചിട്ട് പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിൽ അതുപോലെ ഇപ്പൊ കേട്ട് അങ്ങനെ വന്നു. ഇതിപ്പോ വൈറലായപ്പോ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു? നല്ലത് നന്നു കൂട്ടുകാരൻ ഒരുപാട് ഫാൻസ് ആയി. ഇതിന് തന്നെ എല്ലാവരും റാപ്പർ തന്നെ വിളിക്കും. റാപ്പർ എന്നാണ് വിളിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് മകയന്ത്രത്തിൽ റാപ്പ് സോങ്ങിലേക്ക് കടക്കാനുണ്ടായത്? ഞാൻ പറഞ്ഞു ലാപ്ടോപ്പിൽ കേട്ടിട്ട് സ്ഥിരം യൂട്യൂബിൽ കേൾക്കും, അങ്ങനെ പാടാൻ തുടങ്ങി. പക്ഷേ എഴുന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് പറഞ്ഞു. ഞാൻ പിന്നെ ആദ്യമല്ല കാര്യമാക്കില്ല, പിന്നെ രണ്ടാമത് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്ത് ഇറക്കി. ചെറുപ്പത്തിലേ ഇങ്ങനെ ഈ റാപ്പ് സോങ്ങുകളായിട്ട് മുന്നോട്ട് പോകും? ചെറുപ്പത്തിലേ പാടും സോങ്ങുകൾ. എഴുത്തൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പം അടുത്ത് എഴുതിയത് ഞാൻ പാടും, നേരത്തെ പാടും, അങ്ങനെ നേരത്തെ എഴുതാൻ തുടങ്ങിയില്ല. ദേവനന്ദന്റെ അമ്മ തന്നെ നമ്മളോട് കൂടി ചേരുന്നുണ്ട്. ചേച്ചി, എങ്ങനെയായിരുന്നു മകയന്ത്രത്തിൽ റാപ്പ് സോങ്ങുകളിലേക്ക് പോകാനുണ്ടായത്? ഇത് റൂമിലിരുന്ന് ലാപ്ടോപ്പ് നോക്കി അതിൽ അവർ പാടുന്ന പോലെ അഭിനയിക്കും. അങ്ങനെ കുറേ പാട്ട് കേട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളെ മുമ്പിൽ നിന്ന് തന്നെ അഭിനയിക്കുമായിരുന്നു. ആദ്യം നമ്മളും അത്ര ഇത് കഴിച്ചത്, പിന്നെ നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളും പ്രോത്സാഹനം നൽകി, വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും നൽകി. പ്രോത്സാഹനമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവൻ്റെ ഇഷ്ടം, പ്രോത്സാഹനമുണ്ട് അവൻ്റെ ഇഷ്ടം പോലെ. എന്താണ് മോൻ്റെ ആഗ്രഹം? എന്താവാൻ ആഗ്രഹം? റാപ്പ് പറഞ്ഞ കളക്ടർ. റാപ്പ് പറഞ്ഞ കളക്ടറോ? അതെന്താ അങ്ങനെ ഒരു? അത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു പാട്ട് പാടിയിട്ട് ഇങ്ങനെ ആവണമെന്ന്. പിന്നെ കളക്ടറിന് ഞാൻ അതിനുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചിന്. ഇപ്പൊ അങ്ങനെ റാപ്പും വേണം കളക്ടറും വേണം അല്ലേ? മിക്സ് ആയി മിക്സ് ആണ് രണ്ടും. ഇനിയിപ്പോ പുതിയ പാട്ടുകൾ എഴുതാനുള്ള തീരുമാനമുണ്ടോ? എന്താണ്? ഉണ്ട്. പുതിയ എഴുത്തുപുറയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. എന്നാലും അത് തന്നെയാണ്, ആള് ആഹ്ലാദത്തിലാണ്. വീഡിയോ വൈറലായിരിക്കുന്നു, ഒരുപാട് പേര് കാണുന്നു, ഒരുപാട് പ്രോത്സാഹനം നൽകുന്നു. എന്നാലും ആളുടെ പാട്ടും അതുപോലെ തന്നെ കളക്ടറും ഒക്കെ ആവട്ടെ അല്ലേ? വീഡിയോ ജേർണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.